നേരത്തെ ചികിത്സയിലായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖവുമായി ബന്ധപ്പെട്ട് ഏറെ നാളുകൾ അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് താമസ സ്ഥലത്തേക്ക് മടങ്ങിയത്. ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധന ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ സഹായി ഈസ്റ്റർ ദിന സന്ദേശമടക്കം വായിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആ വിയോഗ വാർത്ത, വേദനിപ്പിക്കുന്ന വാർത്ത എത്തിയിരിക്കുന്നത്. മാർപ്പാപ്പ കാലം ചെയ്തു. ഫ്രാൻസിസ് മാർപ്പാപ്പ അയ്യോ, ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചുപോയെന്നോ? കഷ്ടം തന്നെ. ആരായി ഫ്രാൻസിസ് മാർപ്പാപ്പ? എങ്ങനെ അദ്ദേഹം മരിച്ച്? മോനെ, ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും മഹാപുരോഹിതനുമായിരുന്നു. അമ്മേ, പാപ്പ ഈശോയെ പോലെ എല്ലാരെയും സ്നേഹിക്കുന്ന ആളായിരുന്നു. അതേ മോനെ, കാൽച്ചുവട്ടിലെ പുല്ലിനെ പോലും സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. അമ്മ, ഇനി പാപ്പായെ എവിടെ ചെന്നാലാ കാണാൻ പറ്റുന്നത്? മോനെ, പാപ്പ ഇപ്പോൾ നമ്മുടെ ഈശോയോടൊപ്പം സ്വർഗത്തിലായിരിക്കും. അമ്മേ, അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? അവിടെ മദർ തെരേസ, അൽഫോൺസാമ, മാർ ഇവാനിയോസ് പിതാവ്, അങ്ങനെ അനേക വിശുദ്ധ ജീവിതങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളും നല്ലത് ചെയ്താൽ ഈശോയെ കാണാൻ പറ്റുമോ? പറ്റും മോനെ. നമ്മൾ നല്ലത് ചെയ്തും എല്ലാവരെയും സ്നേഹിച്ചും പ്രാർത്ഥിച്ചും നല്ല ഹൃദയത്തിൻ ഉടമകളായാൽ ഈശോയെ നമുക്കും കാണാൻ പറ്റും. എങ്കിൽ വാ അമ്മേ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമേ. ഈശോയെ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിന്മകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. സ്നേഹവും വിനയവും വിവേകവും തരുമാറാകണമേ. പാപങ്ങൾ ചെയ്യാതെ സത്യത്തിലൂടെ നടപ്പാൻ അനുസരണമുള്ള മക്കളായി വളരാൻ അനുഗ്രഹം ചെയ്യണമേ. നിത്യം എന്നേക്കും തന്നെ.